ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 80. ഓണാവധി കഴിഞ്ഞു വന്നപ്പോഴേക്കും ദേ കഴുത്തിലൊരു താലി. എന്നാലും എനിക്കിതങ്ങോട്ട് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നെറുകയിൽ സിന്ദൂരവും കഴുത്തിൽ താലിയും അണിഞ്ഞ് ക്ലാസ്സിലിരിക്കുന്ന വൈശുവിനെ കണ്ടതും ഒരു ഞെട്ടലോടെയാണ് നിർമ്മൽ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നത്. അവൻ്റെ കൂടെ ക്ലാസ്സിലേക്ക് കയറി ചെന്ന ജോബിൻ്റെയും റോസിൻ്റെയും അവസ്ഥയും ഏകദേശം ഇതുതന്നെയായിരുന്നു. വൈശാഖി ഒട്ടൊരു ചമ്മലോടെ അടുത്തിരിക്കുന്ന ബാലുവിനെ ഏറുകണ്ണിട്ട് നോക്കി. എന്നിട്ട് നാണത്തോടെ താഴേക്ക് മുഖം കുനിച്ചു കളഞ്ഞു. എന്നാലും ഞങ്ങളോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോടി നീ. കൈമുട്ടുകൾ രണ്ടും ഡെസ്കിൽ ഊന്നിയിരുന്ന റോസിൻ്റെ മുഖത്ത് അപ്പോഴും പരിഭവമായിരുന്നു. ആ ബെസ്റ്റ്, ഇവള് പോലും ഇന്നലെ രാവിലെ പിള്ളേരെ അറിഞ്ഞത്. അപ്പോഴാ. ഭാസ്കരൻ വൈശാഖിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് തലേ ദിവസം നടന്ന സംഭവങ്ങൾ ഓരോന്നും അവർ മൂവരോടും വിശദമായിട്ട് പറഞ്ഞു കൊടുത്തു. ജോബിനും നിർമ്മലും റോസും അത് മൂളി കേട്ടതല്ലാതെ ഒരു വാക്ക് പോലും പറയുകയോ ചോദിക്കുകയോ ചെയ്തില്ല. കാരണം കേട്ട കാര്യങ്ങൾ അവരെ അത്രത്തോളം തളർത്തുകയും സങ്കടപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ കുറച്ച് നിമിഷങ്ങളോളം കനത്ത മൗനം തളം കെട്ടി. വൈശുവിൻ്റെ കണ്ണ് നിറഞ്ഞു വരുന്നത് കണ്ടപ്പോൾ അതിനൊരു അറുതിയിട്ടത് പിന്നീട് നിർമ്മലായിരുന്നു. എന്നാലും ഇത് വല്ലാത്തൊരു കല്യാണമായിപ്പോയി. ഒരു സദ്യ വെറുതെ പോയെന്ന് പറഞ്ഞാൽ മതി. വേറെ വല്ലവരോടും ആയിരുന്നെങ്കിൽ ചെലവ് ചോദിക്കായിരുന്നു. ഇതിപ്പോൾ നിന്റെ കെട്ടിയനോട് അതും പറ്റത്തില്ലല്ലോ. മഹാദേവൻ്റെ പിശുക്ക് സ്വഭാവത്തെ കളിയായി കുത്തി പറഞ്ഞുകൊണ്ട് നിർമ്മൽ ബാലുവിൻ്റെയും വൈശുവിൻ്റെയും ഇടയിലേക്ക് നുഴഞ്ഞു കയറിയിരുന്നു. എന്തോ ആ ഒരു നിമിഷത്തെ ചെക്കൻ്റെ കാട്ടിക്കൂട്ടൽ കണ്ടതും വൈശാഖിയുടെ ചുണ്ടത്തും കുഞ്ഞൊരു പുഞ്ചിരി വിടർന്നിരുന്നു. എന്തോന്നെടേ ഇത്? ഇടയിൽ സ്ക്രൂ പോലെ ഇരിക്കുന്നവൻ്റെ മുതുകിനിട്ടൊരു കൊട്ടു കൊടുത്തു ഭാസ്കരൻ. അമ്മായിയപ്പനായ എൻ്റെ അഹങ്കാരമാടോ മനുഷ്യ നിങ്ങൾക്ക്. എടി വൈശു, നിനക്ക് തങ്കം പോലൊരു അമ്മായിയമ്മയാടി കിട്ടിയിരിക്കുന്നത്. പക്ഷെ ഇത് ഞാനെ മാത്രം നീ ഒന്ന് സൂക്ഷിച്ചു. സ്വന്തം മുതുക് തിരുമ്മിക്കൊണ്ട് ഭാസ്കരനോടും പിന്നീട് വൈശാഖിയോടുമായി ചെക്കൻ പറഞ്ഞു. നിർമ്മലിൻ്റെ സംസാരവും കാട്ടിക്കൂട്ടലും ഒക്കെ കണ്ടതും എല്ലാവരും ഒരുപോലെ പൊട്ടിച്ചിരിച്ചു പോയിരുന്നു. അങ്ങനെ മുറുകിയിരുന്ന ഒരു അന്തരീക്ഷത്തിന് പെട്ടെന്ന് അയവ് വന്നു. അതേസമയം ക്ലാസ്സിലേക്ക് വരുന്നവർ ഓരോരുത്തരും വൈശുവിനെ കണ്ട് അമ്പരന്ന് പോയിരുന്നു. ഓരോരുത്തരും അവരുടെ അടുത്തേക്ക് വന്ന് ഓരോന്നും ചോദിക്കുവാനായി തുടങ്ങി. വൈശാഖിയുടെയും മഹാദേവൻ സാറിൻ്റെയും കല്യാണം കഴിഞ്ഞെന്നും അവളിപ്പോൾ എൻ്റെ വീട്ടിലെ കുട്ടിയാണെന്നും ഒക്കെ ഒടുവിൽ ഭാസ്കരൻ തന്നെയാണ് ക്ലാസ്സിലുള്ള എല്ലാവരോടുമായി എഴുന്നേറ്റ് എന്ന് പറഞ്ഞത്. കേട്ടവർ ഓരോരുത്തരും ബാലു പറഞ്ഞത് വിശ്വസിക്കാനാവാതെ തറഞ്ഞിരുന്നു പോയി എന്നതാണ് മറ്റൊരു സത്യം. ഗുഡ് മോർണിംഗ് സർ. പൊടുന്നനെയാണ് മഹാദേവൻ ക്ലാസ്സിലേക്ക് കയറി വന്നത്. എല്ലാവരും അയാളെ വിഷ് ചെയ്തിട്ടിരിക്കുന്നതിനിടയിലാണ് ജോബിനും നിർമ്മലും കൂടി വൈശാഖിയുടെ അടുത്തു നിന്നും സ്വന്തം സീറ്റിൻ്റെ അടുത്തേക്ക് ഓടിയത്. അത്രയും പേരുടെ ഇടയിൽ കൂടി അവർ പായുന്നത് കണ്ടിട്ടും മഹാദേവൻ എന്തുകൊണ്ടോ കണ്ണടച്ചു. ഗുഡ് മോർണിംഗ്. ടേബിളിലേക്ക് ചാരി നിന്നുകൊണ്ട് അവൻ കൈയാട്ടി എല്ലാവരോടും ഇരിക്കുവാനായി ആംഗ്യം കാട്ടി. കുട്ടികളെല്ലാവരും അവരുടെ സ്ഥാനങ്ങളിലിരുന്നു. എന്നിട്ട് ക്ലാസ്സിലാകമാനം ഒന്ന് കണ്ണുകൾ ഓടിച്ചു. കൂട്ടത്തിൽ വൈശാഖിയെ കണ്ണുകൾ താഴ്ത്തി ഡെസ്കിലേക്ക് നോക്കിയാണ് പെണ്ണിൻ്റെ ഇരിപ്പെന്നത് അവൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ബാക്കിയുള്ളവരുടെ കണ്ണുകളിലെല്ലാവരും പതിവില്ലാത്ത മറ്റൊരു ഭാവമാണ്. അതിൻ്റെ പിന്നിലുള്ള കാരണം മഹാദേവൻ ഊഹിക്കാൻ പറ്റുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു ഭാവമാറ്റങ്ങളൊന്നും കൂടാതെ പതിവ് ഗൗരവത്തിൽ തന്നെ അന്നും അവൻ ക്ലാസ് എടുത്തു. പക്ഷെ പതിവിന് വിപരീതമായി ഇടയ്ക്ക് വൈശുവിൻ്റെ നേരെയുള്ള നോട്ടം മാത്രം മഹാദേവനിൽ പുതിയതായിരുന്നു എന്ന് വേണം പറയുവാൻ. ക്ലാസ് കഴിഞ്ഞിട്ട് അവൾക്കായി ആരും കാണാതെ ഒരു നോട്ടം നൽകിയിട്ടാണ് ചെക്കൻ ഇറങ്ങിപ്പോയതും. അന്നത്തെ ദിവസം തന്നെ ഉച്ചയോടുകൂടി കാറ്റിൻ്റെ വേഗത്തിലാണ് മഹാദേവൻ്റെയും വൈശാഖിയുടെയും കല്യാണം കഴിഞ്ഞ കാര്യം കോളേജിൽ പാട്ടായത്. കേട്ടവർ അത് മറ്റുള്ളവരുടെ ചെവിയിൽ എത്തിക്കുവാൻ ഉത്സാഹപ്പെട്ടു എന്നത് മറ്റൊരു സത്യം. ആരോ പറഞ്ഞു കേട്ടു. സിദ്ധാർത്ഥു അറിഞ്ഞിരുന്നു ഇക്കാര്യം. നെഞ്ചിലൊരു മുള്ളു കുത്തി തറച്ചതുപോലെയുള്ള വേദന അവനിലുണ്ടായെങ്കിലും അവനത് മനസ്സിലടക്കി പിടിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ സഹിക്ക വയ്യാതെ ആയപ്പോഴാണ് അവൻ ഉച്ചയ്ക്ക് ശേഷം വണ്ടി എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോയത്. കൊച്ചേ, ഞാൻ ഇന്ന് ഇത്തിരി നേരത്തെ പോവേ. നീ രാവിലത്തെ പോലെ തന്നെ ദേവൻ്റെ കൂടെ വന്നേച്ചാൽ മതി കേട്ടോ. അന്ന് അവസാനത്തെ പീരീഡ് ആവുന്നതിന് മുന്നേ തന്നെ ഭാസ്കരൻ കോളേജിൽ നിന്നും പോകുവാനായി തുടങ്ങി. ഏതോ
ഒരു കൂട്ടുകാരൻ്റെ മകൻ്റെ കല്യാണമാണ് പിറ്റേന്ന്. അതുകൊണ്ട് തന്നെ അയാൾ വൈശാഖിയോട് പറഞ്ഞിട്ട് നേരത്തെ തന്നെ ഇറങ്ങി. ശരി ബാലു, അവൾ സമ്മതത്തോടെ തലയാട്ടുകയും ചെയ്തു. വൈകിട്ട് കോളേജ് കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ വൈശു ക്ലാസ്സിൽ നിന്നിറങ്ങി നേരെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയാണ് ചെയ്തത്. സ്റ്റാഫ് റൂമിൻ്റെ പുറത്തു നിന്ന് തല മാത്രം അകത്തേക്കിട്ട് നോക്കി പെണ്ണ്. സീറ്റിലിരുന്നു കൊണ്ട് എന്തോ എഴുതിക്കൊണ്ടിരുന്ന മഹാദേവനെയാണ് അവൾ കണ്ടത്. അകത്തേക്ക് കയറി ചെല്ലാൻ അവൾക്ക് എന്തുകൊണ്ടോ ചെറിയൊരു ജാള്യത തോന്നി. അതുകൊണ്ട് തന്നെ വാതിൽക്കൽ നിന്ന് പെണ്ണ് തത്തിക്കളിച്ചു. എന്താടോ അവിടെ തന്നെ നിന്ന് കളഞ്ഞേ, കയറി വാ. അകത്തിരുന്ന സേവി സാർ അവളെ കണ്ട് ഉള്ളിലേക്ക് വിളിച്ചപ്പോഴാണ് വൈശാഖി സ്റ്റാഫ് റൂമിലേക്ക് കയറി ചെന്നത് തന്നെ. പക്ഷേ അവിടെ ഇരുന്ന് എന്തോ പണി ചെയ്തുകൊണ്ടിരുന്ന നീരജ വൈശു അകത്തേക്ക് വരുന്നത് കണ്ടതും അവളെ ദേഷ്യത്തോടെ തുറച്ചു നോക്കി. വൈശാഖിക്ക് എന്തോ പോലെ തോന്നി. അവള് മുഖം കുനിച്ചങ്ങ് നിന്നു. മഹാദേവൻ സാറേ, കല്യാണം കഴിഞ്ഞതിൻ്റെ ചിലവുണ്ട് കേട്ടോ. സേവ്യർ ദേവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴാണ് തനിക്ക് മുൻപിലായി നിൽക്കുന്ന ആ ഒരുവളെ അവൻ കാണുന്നത് പോലും. മഹാദേവൻ അതിനുള്ള മറുപടി പറഞ്ഞില്ല. പകരം അയാളെ നോക്കി ചിരിച്ചു. വൈശാഖി പാർക്കിങ്ങിലേക്ക് ചെന്നോളൂ, ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ എത്തിയേക്കാം. ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന കാറിൻ്റെ ചാവി എടുത്ത് അവൾക്ക് നേരെ മഹാദേവൻ നീട്ടിയത് നീരജയുടെ കണ്ണുകളിൽ നിന്ന് അവളെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. കാറിൻ്റെ താക്കോല് വാങ്ങിയിട്ട് അവൾ അപ്പോൾ തന്നെ തിരിഞ്ഞു നടന്നു. പാർക്കിങ്ങിൽ ചെന്ന് കാർ അൺലോക്ക് ചെയ്തിട്ട് അതിനകത്തേക്ക് കയറിയിരുന്നു പെണ്ണ്. ചൂടെടുക്കാൻ തുടങ്ങിയതും അവൾ വണ്ടി ഓൺ ചെയ്തിട്ട് ഗ്ലാസ് താഴ്ത്തിയിട്ടു. എന്നിട്ടും വയ്യാഞ്ഞിട്ട് ബോട്ടിലിരുന്ന വെള്ളം എടുത്ത് മുഖം അപ്പാടെ കഴുകി. AC ഇട്ടാൽ മഹാദേവൻ വഴക്കു പറയൂ എന്ന ഭയം അവളുടെ ഉള്ളിലുണ്ടായിരുന്നു എന്നതാണ് സത്യം. നിമിഷങ്ങൾ നീങ്ങിത്തുടങ്ങി. വെറുതെ ഫ്രണ്ട് ഗ്ലാസ്സിൽ കൂടി മുന്നോട്ടേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് താനിരിക്കുന്ന കാറിന് നേർക്ക് കയ്യിലൊരു ലഗേജ് ഭാഗമായി നടന്നു വരുന്ന ഒരു പെൺകുട്ടിയിലേക്ക് വൈശാഖിയുടെ നോട്ടം പാളി വീണത്. അവൾ അടുത്തേക്ക് വന്നപ്പോഴാണ് വൈശു മനസ്സിലാക്കിയത് ആ വരുന്നവൾ സാറിൻ്റെ മുറപ്പെണ്ണായ ഗൗരിയാണെന്ന്. നീ എന്താ ഇവിടെ? ഇങ്ങോട്ടിറങ്ങിക്കേ, വാടകക്കാരി അങ്ങനെ ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിലിരിക്കേണ്ട. കോ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന വൈശാഖിയുടെ കയ്യിൽ പിടിച്ച് ഇത്തിരി ബലമായി തന്നെ പുറത്തേക്ക് ഇറക്കി നിർത്തി ഗൗരി. അവൾക്ക് വൈശാഖിയോട് വല്ലാത്ത അമർഷവും ദേഷ്യവും തോന്നുന്നുണ്ടായിരുന്നു. വീട്ടുകാരി ഇരിക്കേണ്ടടുത്ത് വാടകക്കാരി അങ്ങനെ ഞെളിഞ്ഞിരിക്കേണ്ട, പോയി പുറകെ കയറ്. വൈശുവിനെ നോക്കി 2 ചാട്ടം ചാടിയിട്ട് ഭാഗം കയ്യിൽ പിടിച്ച് ഗൗരി മുൻ സീറ്റിലേക്ക് കയറിയിരുന്നു. ഗൗരി ഈ കോളേജിലേക്ക് ഇപ്പോൾ എന്തിനു വന്നുവെന്നോ സാറിൻ്റെ കാറിൽ എന്തിനു വേണ്ടി കയറിയിരിക്കുന്നെന്നോ ഒന്നും വൈശാഖിക്ക് മനസ്സിലായിരുന്നില്ല. അതുമാത്രമല്ല, മഹാദേവൻ സാറിൻ്റെ ബന്ധുവായ ഗൗരിയോട് ഒരു വഴക്കുണ്ടാക്കുവാൻ അവൾ ഒട്ടുമേ താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വൈശു കാറിൻ്റെ ഡോർ തുറന്ന് പിൻ സീറ്റിലേക്കായി കയറിയിരുന്നു. സത്യം പറഞ്ഞാൽ നിനക്ക് നാണമില്ലേ ഇങ്ങനെ ദേവേട്ടൻ്റെ കൂട്ടത്തിൽ പോവാനും വരാനും ഒക്കെ? അല്ലെങ്കിൽ തന്നെ സ്വന്തമായിട്ടൊരു കാറുണ്ടായിട്ട് ഈ വണ്ടിയിൽ തന്നെ വരണമെന്ന് നിനക്കെന്താ ഇത്ര നിർബന്ധം? മംഗലത്തെ കുട്ടിയാണെന്നാ നിന്റെ വിചാരം? മുൻസീറ്റിലിരുന്നു കൊണ്ട് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി വൈശാഖിയെ വീണ്ടും എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു ഗൗരി. വൈശാഖിക്ക് സങ്കടം വന്നുവെങ്കിലും അവൾ എപ്പോഴും മൗനമായിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞതും മഹാദേവൻ വന്ന് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരിക്കുന്നത് കണ്ടു. വണ്ടി ഓൺ ചെയ്തിട്ട് ഇടത്തേക്ക് ചെരിഞ്ഞു നോക്കിയപ്പോഴാണ് കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന ഗൗരിയെ അവൻ കാണുന്നത് തന്നെ. നീ എന്താ ഇവിടെ? അവൻ്റെ ചോദ്യം അല്പം ഗൗരവത്തിൽ തന്നെയായിരുന്നു. എങ്കിലും അവൻ്റെ നോട്ടം പിൻസീലിരിക്കുന്ന വൈശാഖിയിൽ മാത്രം ഉടക്കി നിന്നു. ഞങ്ങളുടെ കോളേജ് സ്ട്രൈക്കായിരുന്നു. ഇനി 2-3 ദിവസങ്ങൾ കൂടി കഴിയാതെ തുറക്കില്ല. അതുകൊണ്ട് കിട്ടിയ വണ്ടിക്ക് കയറി ഞാനിങ്ങി പോന്നു. കോളേജിന് മുന്നിലിറങ്ങി. ഇങ്ങോട്ടേക്ക് കയറി വന്നപ്പോഴേക്കും ഒരു ഡൗട്ടുണ്ടായിരുന്നു, ദേവേട്ടൻ വീട്ടിലേക്ക് പോയി കാണുമോന്ന്. പഴയകാല സംഭവങ്ങളൊക്കെ മറന്നതുപോലെ ഗൗരി വളരെ അലസമായിട്ടായിരുന്നു ദേവനോട് സംസാരിച്ചത്. അതും വളരെ അധികാരത്തിൽ. നിനക്ക് നിന്റെ വീട് വരെ പോകാൻ ബസ്സില്ലായിരുന്നോ? അവൻ്റെ ശബ്ദം വീണ്ടും മുറങ്ങി. ബസ് സ്റ്റാൻഡ് വരെയുള്ള ബസ്സിനാണ് ഞാൻ കയറിയത്. ഇങ്ങോട്ട് വരുന്ന വഴി അമ്മയെ വിളിച്ചു പറഞ്ഞ് വീട്ടിലേക്ക് ചെല്ലണ്ട, മംഗലത്തേക്ക് എത്തിയാൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ വന്നേ. വളരെ നിഷ്കളങ്കമായിട്ടായിരുന്നു അവളുടെ ആ മറുപടിയും. പിന്നീട് ദേവൻ അവളോട് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാൻ നിന്നില്ല. എങ്കിലും വൈശാഖി പുറകിലത്തെ സീറ്റിലിരിക്കുന്നതിൻ്റെ അമർഷം അവനിൽ ആവോളം ഉണ്ടായിരുന്നു താനും. നീ എന്തേ
മുന്നിൽ വന്നിരിക്കാഞ്ഞേ? വണ്ടി മുന്നോട്ടെടുക്കുന്നതിന് മുൻപ് എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും അവനിൽ നിന്ന് ആ ചോദ്യം പുറത്തേക്ക് തെറിച്ചു. അത് പിന്നെ ഞാൻ ഇവിടെ ഇരുന്നോളാം സാർ, ഇതാ എനിക്ക് കംഫർട്ട്. അവൾ ഒഴിഞ്ഞു മാറി. അവളുടെ മറുപടി ഇഷ്ടപ്പെടാത്തതുപോലെ ദേവൻ അമർത്തിയൊന്ന് മൂളി. എന്നിട്ട് തൻ്റെ വണ്ടി വേഗത്തിൽ മുന്നോട്ടേക്കെടുത്തു. അമ്മ എന്തിനാ എന്നോട് മംഗലത്തേക്ക് വരാൻ പറഞ്ഞേ? വീട്ടിലെന്തെങ്കിലും വിശേഷമുണ്ടോ ദേവേട്ടാ? യാത്രക്കിടയിൽ ഗൗരി അവനോട് കുശലം ചോദിച്ചു. നിനക്ക് നിന്റെ അമ്മയോട് തന്നെ ഇക്കാര്യം ചോദിക്കാൻ മേലായിരുന്നോ? അത് ചോദിക്കുമ്പോൾ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കുവാൻ പോലും അവൻ താല്പര്യപ്പെട്ടിരുന്നില്ല എന്നതാണ് സത്യം. ഞാൻ ചോദിച്ചു, അമ്മ പക്ഷെ പറഞ്ഞില്ല. മംഗലത്ത് വീട്ടിൽ വരുമ്പോൾ അറിയാൻ പറ്റുമെന്ന് മാത്രം പറഞ്ഞിട്ട് ഫോൺ വെച്ച് ദേവേട്ടാ. ഗൗരിയുടെ ചുണ്ടുകൾ കൂർത്തു. തൻ്റെയും വൈശാഖിയുടെയും കല്യാണക്കാര്യം പറയാൻ വേണ്ടി വീട്ടുകാർ അമ്മായിയെയും മാമനെയും വീട്ടിലേക്ക് വിളിപ്പിച്ചതാവുമെന്ന് ഗൗരിയുടെ വാക്കുകളിൽ നിന്നും മഹാദേവൻ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഗൗരിയുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയുവാൻ അവൻ മര്യാദ കാട്ടിയില്ല. വീട്ടിൽ ചെല്ലുമ്പോൾ ഗൗരിയെ കാത്തിരിക്കുന്ന ആ ഒരു വലിയ ഇത് ഇപ്പോഴേ പൊട്ടിക്കണ്ടെന്ന് അവനും അപ്പോൾ തോന്നിക്കാണണം. അതേസമയം അവൻ്റെ നോട്ടം റിയർവ്യൂ മിററിൽ കൂടി പിന്നിലിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ടവളിൽ മാത്രമായി കുരുങ്ങിക്കിടക്കുകയായിരുന്നു. വീടെത്തുന്നിടം വരെ വളരെ അധികാരത്തിൻ്റെ രീതിയിൽ ഗൗരിയിൽ നിന്നും വീണ്ടും വീണ്ടും സംസാരങ്ങളുണ്ടായി. അതിൽ പലതും വളഞ്ഞ വഴിയെ വൈശാഖിയെ കുത്തിയുള്ള സംസാരങ്ങളായിരുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ കാണാൻ പോകുന്ന പൂരം ഇപ്പോഴേ പറഞ്ഞ് നശിപ്പിക്കണ്ട എന്നതുകൊണ്ട് മാത്രം അതിനുള്ള മറുപടി ദേവനോട്ട് ഗൗരിക്ക് കൊടുത്തുമില്ല. അതുമാത്രമല്ല, എത്രയൊക്കെ പറഞ്ഞാലും നാണമില്ലാത്തവളും നാവിന് ലൈസൻസ് ഇല്ലാത്തവളായ ഗൗരിയുടെ സംസാരത്തിന് ഒറ്റയടിക്ക് താനിപ്പോൾ തടയിടാൻ ശ്രമിച്ച അത് വലിയൊരു വഴക്കിലേക്കോ പ്രശ്നത്തിലേക്കോ വഴിമാറുമെന്ന് ദേവനും ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ ഗൗരിക്ക് അവൻ്റെ മൗനം അതൊരു വളമാകുകയും ചെയ്തു. അവൾ അവളുടെ അഹങ്കാര വർത്താനങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. പക്ഷേ ആ നേരം പിന്നിലിരിക്കുന്നവളുടെ നെഞ്ചു വിങ്ങുകയായിരുന്നു. മുൻപിലിരിക്കുന്ന ഇരുവർക്കും ഇടയിൽ താനൊരു അധികപ്പറ്റാണെന്നുള്ള ചിന്ത അവളിൽ പൊടുന്നനെ മുറുകി. സാറിൻ്റെ സ്വന്തം ഇഷ്ടത്തിനല്ല, ബാലുവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാവണം മഹാദേവൻ സാറ് തന്നെ വിവാഹം കഴിച്ചതെന്നുള്ള ചിന്ത അവളിൽ കലശയായി അനുഭവപ്പെടാൻ തുടങ്ങി. ഗൗരിയും മഹാദേവനും ആയിരുന്നു ചേരേണ്ടിയിരുന്നവർ എന്ന് വൈശാഖിയുടെ മനസ്സ് തെറ്റായി ചിന്തിച്ചു. അവൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തിയാൽ മതിയായിരുന്നു. ഒടുവിൽ മംഗലത്തിന് മുൻപിൽ വണ്ടി ചെന്ന് നിന്നപ്പോൾ അതിൽ നിന്ന് ആദ്യം ഇറങ്ങിയതും വീട്ടിലേക്ക് കയറിപ്പോയതും വൈശാഖിയായിരുന്നു. ദേവേട്ടൻ എന്തിനാ എപ്പോഴും വൈശാഖിയെ കോളേജിലേക്ക് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നത്? മറ്റുള്ളവർ കണ്ടാലത് മോശമല്ലേ? കുറച്ചു മുൻപ് കൂടി ചോദിച്ച ചോദ്യം വീണ്ടും ഗൗരി ആവർത്തിക്കാൻ തുടങ്ങി. എന്ത് മോശമാണെന്നാണ് നീ പറയുന്നത്? കാർ ഓഫ് ചെയ്യുന്നതിനിടയിൽ മഹാദേവൻ പൊടുന്നനെ ചോദിച്ചു. അല്ല ദേവേട്ടാ, അന്യായ ഒരു പെൺകുട്ടിയെ കൂട്ടി എന്നും ഇങ്ങനെ യാത്ര ചെയ്താൽ നാട്ടുകാർ വല്ലതും പറയില്ലേ? അതിൻ്റെ നാണക്കേട് ദേവേട്ടനല്ലേ ഉണ്ടാവണേ? ഗൗരി കുശുമ്പ് കുത്തി. അതിന് നിനക്കെന്താണ് ഗൗരി? നാട്ടുകാർ പറയുന്ന എന്നെയല്ലേ, അതിൻ്റെ നാണക്കേട് ഞാനങ്ങ് സഹിച്ചോളാം. ഗൗരിയെ ഗൗനിക്കാതെ അവൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുവാനായി നോക്കി. അല്ല ദേവേട്ടാ, ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ. ഞാൻ പറഞ്ഞ കാര്യം ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ദേവേട്ടന് എന്നെ മനസ്സിലാവും. അന്യായ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ എന്നും കൂടെ കൂട്ടുന്നത് ശരിയല്ലെന്ന് ഗൗരി വാശിയിൽ പറഞ്ഞു നിർത്തി. വണ്ടിയിൽ നിന്ന് ഇറങ്ങുവാനായി തുനിഞ്ഞവൻ ഇറങ്ങാതെ ഗൗരിക്ക് നേരെ തിരിഞ്ഞു. അതിന് നിന്നോടാരാ ഗൗരി പറഞ്ഞേ വൈശാഖി എനിക്ക് അന്യായ പെൺകുട്ടിയാണെന്ന്? നിന്നോട് അന്ന് പറഞ്ഞത് എന്നും എനിക്ക് പറയാനുള്ളൂ. വൈശാഖിയുടെ അടുത്തുള്ള നിന്റെ കളി വേണ്ട. അത് നിന്റെ നല്ലതിനല്ല. അവള് എൻ്റെ പെണ്ണ. ദേഷ്യത്തോടെ പള്ളി ഞെരിച്ചുകൊണ്ട് മഹാദേവൻ അത്രയും പറഞ്ഞു. എന്നിട്ട് കാറിൽ നിന്നും ധൃതിയിൽ പുറത്തേക്കിറങ്ങിപ്പോയി. കേട്ടത് വിശ്വസിക്കാനാവാതെ ഗൗരി കുറേയേറെ നിമിഷങ്ങൾ കാറിൽ തന്നെ ഇരുന്നു പോയി. അതേസമയം വാതിൽ ചാരിയിട്ട് സ്വന്തം മുറിയിലേക്ക് കയറിയ വൈശുവിൻ്റെ പിന്നാലെ തന്നെ മഹാദേവനും കയറി ചെന്നു. ആ കയറി ചെന്നത് എന്തിനാണോ ആവോന്നൊന്നും എനിക്കറിയില്ല. അടുത്ത പാർട്ടിൽ നാളെ അതെത്തും കേട്ടോ. അപ്പോൾ അതുവരെ ബൈ ബൈ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.